ഭീകരവാദത്തിനെതിരെയുള്ള ഭാരതത്തിലെ നടപടികൾക്ക് യുഎഇയുടെ പൂർണ്ണ പിന്തുണ. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കുന്ന ഭാരതത്തിന്റെ സർവകക്ഷി സംഘം ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഭാരതത്തിന്റെ നിലപാടുകളെ യുഎഇ അംഗീകരിച്ചതായും സംഘം വ്യക്തമാക്കി. ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഭീകരാക്രമണത്തിന് ശേഷം ഭാരതം നടപ്പിലാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ യുഎയിലെത്തിയ പ്രതിനിധി സംഘം ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു 2 ദിവസത്തെ സന്ദർശനത്തിന് വിവരങ്ങൾ പങ്കുവച്ചത്. പൂർണ്ണ സംതൃപ്തിയോടെയാണ് യുഎയിൽ നിന്ന് സംഘം മടങ്ങുന്നത്. വ്യത്യസ്ത മേഖലയിലുള്ളവരുമായി ആശയവിനിമയം നടത്തിയെന്നും എല്ലാവരും പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തെന്നും സംഘം വ്യക്തമാക്കി. നിറഞ്ഞ മനസ്സോടെയുള്ള പിന്തുണ ലഭിച്ചു. പഹൽഗാം വിഷയത്തിൽ പാകിസ്ഥാൻ ഉയർത്തിയ വ്യാജ പ്രചരണങ്ങളെ തുറന്നു കാണിക്കാനായെന്നും സംഘം വ്യക്തമാക്കി. ഭാരതത്തിന്റെ നിലപാടുകളിൽ ഒരു സംശയവും യുഎഇ ഉയർത്തിയില്ല എന്നടക്കമുള്ള കാര്യങ്ങളും സംഘം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചു. യുഎഇ സഹിഷ്ണുത സഹവർത്തിത്വ കാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനുമായിരുന്നു പ്രതിനിധി സംഘത്തിന്റെ ആദ്യ കൂടിക്കാഴ്ച. പഹൽഗാം ഭീകരാക്രമണത്തിൽ അദ്ദേഹം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ഇരു രാജ്യങ്ങൾ ഒരുമിച്ച് ഭീകരവാദത്തെ നേരിടുമെന്നും യുഎഇ എപ്പോഴും ഭാരതത്തിനൊപ്പം നിൽക്കുമെന്നും ഷെയ്ഖ് നഹ്യാൻ വ്യക്തമാക്കി. തുടർന്ന് പ്രതിരോധ ആഭ്യന്തര വിദേശകാര്യ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അലി റാഷിദ് അൽ നുമൈയുമായും മുതിർന്ന എമിറാത്തി പാർലമെന്റേറിയന്മാരുമായും സംഘം ചർച്ചകൾ നടത്തി. അതിനുശേഷം നാഷണൽ ഡിഫൻസ് മീഡിയ ഓഫീസ് ചെയർമാൻ ഡോക്ടർ ജമാൽ അൽ കാബിയുമായിട്ടായിരുന്നു സംഘത്തിൻ്റെ കൂടിക്കാഴ്ച. പിന്നീട് ഇന്ന് അൻവർ ഗർഗാഷ് ഡിപ്ലോമാറ്റിക് അക്കാദമി ഡയറക്ടർ ജനറൽ നിക്കോലോവുമായും പ്രമുഖരുമായും സംഘം കൂടിക്കാഴ്ച നടത്തി. ശിവസേന എം പി ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെ നയിക്കുന്ന സംഘത്തിൽ എംപിമാരായ ഇ.ടി. മുഹമ്മദ് ബഷീർ, ബൻസുരി സ്വരാജ് തുടങ്ങിയവർ അംഗങ്ങളാണ്. യുഎഇ സന്ദർശനത്തിന് ശേഷം സംഘം ലൈബീരിയ, കോങ്കോ, സിയറ ലിയോൺ എന്നിവിടങ്ങളിലേക്കാണ് പോകുക. ഏതായാലും നയതന്ത്ര തലത്തിലുള്ള ഒരു വിജയം, ഭാരതത്തിൻ്റെ നയതന്ത്ര തലത്തിലുള്ള ഒരു വിജയമായി ഈ സന്ദർശനത്തെ നോക്കിക്കാണാം. ഇനി പോകുന്ന രാജ്യങ്ങളിലും ഇതേ കാര്യങ്ങൾ തന്നെ, ഇതേ പിന്തുണ തന്നെ ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം പങ്കുവെച്ചുകൊണ്ടാണ് സംഘം യുഎഇയിൽ നിന്ന് മടങ്ങുന്നത്. ദുബായിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.